യെസ്. ഡൽഹി ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റ്സുകൾ ഓരോ മണിക്കൂറിലും പുറത്തു വരികയാണ്. ഭീകരശക്തികൾ 20 ലക്ഷത്തോളം രൂപ പണമായി തന്നെ സ്വരൂപിച്ചു എന്നാണ് ഈ മണിക്കൂറിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു അപ്ഡേറ്റ്സ്. അതായത് ഈ കാറുകൾ വാങ്ങുന്നതിന് വേണ്ടി ഇത്തരത്തിൽ പണം സ്വരൂപിക്കുകയായിരുന്നു. 20 ലക്ഷത്തോളം രൂപ ഈ ഡോക്ടർമാർ സ്വരൂപിച്ചു വെച്ചിരുന്നു. അത് ഉപയോഗിച്ചുകൊണ്ട് പഴയ കാറുകളും മറ്റും എടുക്കുകയും അതിൽ ബോംബുകൾ ഘടിപ്പിച്ച് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ തുടർച്ചയായി സ്ഫോടനം നടത്താനുമാണ് ഈ ഭീകരശക്തികൾ ലക്ഷ്യമിട്ടതെന്നാണ് മനസ്സിലാക്കുന്നത്. IED സ്ഫോടനത്തിനായി രാസവളം സംഭരിച്ചെന്ന് നിഗമനമുണ്ട്. വിവരങ്ങൾ നന്ദഗോപൻ നൽകും. നന്ദൻ, ഞാൻ സൂചിപ്പിച്ചത് ഈ പണം സ്വരൂപിച്ചതുമായി ബന്ധപ്പെട്ട ചില റിപ്പോർട്ടുകൾ കൂടി വരുന്നുണ്ട്. അതായത് ഒരു 20 ലക്ഷം രൂപ സ്വരൂപിച്ചുവെന്നും അത് ഈ വാഹനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി, സ്ഫോടനം നടത്തുവാനുള്ള വാഹനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടിയാണ് ഈ പണം സ്വരൂപിച്ചതെന്നും മനസ്സിലാക്കാൻ കഴിയും. കാശായി സമ്പാദിച്ചു വെച്ചു എന്നുള്ളതാണ് പ്രധാനമായി ഇപ്പോൾ അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. ഈ 20 ലക്ഷം രൂപയിൽ ഏതാണ്ട് 3 ലക്ഷം രൂപ ഉപയോഗിച്ച് ഇവർ രാസവളം വാങ്ങിയിരുന്നു. അതായത് NPK വാങ്ങിയിരിക്കുന്നത്. ഈ പൊട്ടാസ്യം ഇതിൽ നിന്നും ഈ രാസപദാർത്ഥങ്ങൾ വേർതിരിച്ച് IED സ്ഫോടനത്തിന് ഉപയോഗിക്കാൻ കഴിയുമോ എന്നുള്ളതായിരുന്നു ഇവർ പ്രധാനമായും പരിശോധിച്ചിരുന്നത്. ഏതാണ്ട് 20 കിൻഡലിലധികം NPK രാസവളം ഇവർ സംഭരിച്ചിരുന്നു. ഗുർഗാവ്, അതേപോലെ തന്നെ നൂഹ് എന്നിവിടങ്ങളിൽ നിന്നുമാണ് ഇവർ രാസവളം വാങ്ങിയിരുന്നത്. അത് ഈ IED സ്ഫോടനത്തിന് തന്നെയാണ് എന്നുള്ള ഒരു നിഗമനത്തിലാണ് ഇപ്പോൾ പോലീസ് എത്തിയിരിക്കുന്നത്. ഈ പണം സ്വരൂപിച്ചതാകട്ടെ ആദിൽ, അതേപോലെ തന്നെ ഉമർ, അതേപോലെ തന്നെ ഷാഹിൻ എന്ന് പറയുന്ന ഡോക്ടർമാർ ചേർന്നതാണ്. ഈ ഉമറും അതേപോലെ തന്നെ ഡോക്ടർ മുജുമനും തമ്മിൽ ഈ പണവുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നതായും പോലീസിന് സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. ഏതാനും 32ഓളം കാറുകൾ വാങ്ങുകയായിരുന്നു ഇവരുടെ ലക്ഷ്യം. കാറിൽ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് അവിടെ ഇത്തരം 32 ഇടങ്ങളിൽ പൊട്ടിക്കുകയായിരുന്നു ഇവർ ലക്ഷ്യം വെച്ചിരുന്നത്. രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെയും അതേപോലെ തന്നെ കേന്ദ്ര ഏജൻസികളുടെയും സംസ്ഥാന പോലീസിന്റെയും ഒക്കെ തന്നെ ചടുലമായ നീക്കത്തിലാണ് ഈ പദ്ധതി പൊളിഞ്ഞത് എന്നുള്ളതാണ്. ഈ പദ്ധതി പൊളിഞ്ഞതിന് പിന്നാലെയാണ് ഉമർ തന്റെ കൈവശമുള്ള ഈ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് ചാവേറാകാൻ തീരുമാനിച്ചതെന്നും പ്രധാനമായും അന്വേഷണ സംഘം കണ്ടെത്തി. അതായത് ഈ ഡോക്ടർ മുഹമ്മദിലേക്ക് അന്വേഷണ സംഘം എത്തി. ഇയാളുടെ കൂട്ടാളികളിലേക്കും കൂടുതലായി എത്തുന്നു എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അടുത്ത മണിക്കൂറുകളിൽ താനും പിടിക്കപ്പെടുമെന്നുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഡോക്ടർ ഉമർ ഇത്തരത്തിലൊരു സ്ഫോടനം നടത്തുവാൻ വേണ്ടി തീരുമാനിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷണ സംഘവും മറ്റും വ്യക്തമാക്കുന്നത്. ഏതാണ്ട് 10,000-കണക്കിന് CCTV ദൃശ്യങ്ങളാണ് പോലീസ് പരിശോധിച്ചു വരുന്നത്. ഇതിൽ ആണ് ഏറ്റവും ഒടുവിലായിട്ട് ഈ ഉമറിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നത്. അതായത് ഉമർ ഏതാണ്ട് ഈ ഫരീദാബാദിലൂടെ കടന്ന് ബദർപൂർ ബോർഡറിലൂടെയാണ് ഫരീദാബാദിൽ നിന്നും ഡൽഹിയിലേക്ക് പ്രവേശിച്ചത്. അതിനുശേഷം ഏതാണ്ട് മണിക്കൂറുകളോളം ഡൽഹിയുടെ പല ഭാഗങ്ങളിലായി ഇയാൾ ചുറ്റിക്കറങ്ങി എന്നുള്ളതാണ് പ്രധാനമായും അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. CCTV ദൃശ്യങ്ങളിലും മറ്റും ഇത് തെളിഞ്ഞിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഈ അന്വേഷണ സംഘത്തിൽ, അതായത് അന്വേഷണം നടത്തുന്ന സംഘം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കണ്ടെത്തിയത് ഫസൽ ഇലാഹി എന്ന് പറയുന്ന ഒരു മസ്ജിദിൽ ഈ ചാവേറായ ഉമർ ഇറങ്ങി അവിടെ പ്രാർത്ഥിച്ചതിന്റെ ദൃശ്യങ്ങളും മറ്റും ഇവർ ഈ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ സ്ഫോടനം നടക്കുന്നതിന് മുമ്പേ ഈ കാറ് കശ്മീരി ഗേറ്റ് അടക്കമുള്ള ഡൽഹിയിലെ പല തന്ത്രപ്രധാന മേഖലകളിലും എത്തിയിരുന്നതായും അന്വേഷണ സംഘത്തിന് വിവരമുണ്ട്. ഇത്തരം വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ മൊബൈൽ ടവറുകൾ കേന്ദ്രീകരിച്ച് കൂടി പോലീസ് അന്വേഷണം നടക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ ഫരീദാബാദിലെ ഒരു സ്വകാര്യ സർവകലാശാല അത് ഈ ഭീകരവാദികളുടെ വിളനിലമായി മാറിയിരിക്കുന്നു എന്നുള്ളത് അടിവരയിട്ടുകൊണ്ട് തന്നെ പ്രധാനമായും ഈ അന്വേഷണ സംഘം. നന്ദൻ, ഈ ഭീകരാക്രമണം നടത്തുന്നതിന് വേണ്ടി 20 ലക്ഷം രൂപ സ്വരൂപിച്ചു വെച്ചു. പഴയ കാറുകളും മറ്റും വാങ്ങുന്നതിന് വേണ്ടിയാണ് ഭീകരർ ഇത്തരമൊരു നീക്കം നടത്തിയതെന്നാണ് നന്ദഗോപൻ ഡൽഹിയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്.